എൻ്റെ ജീവിതത്തിൽ നാണക്കേറുണ്ടാകുമ്പോൾ, ഉയർപ്പിക്കപ്പെടേണ്ട മേഖല ഉണ്ടാകുമ്പോൾ, തല ഉയർത്തേണ്ട ഇടങ്ങളുണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അധരം കൊണ്ട് ഏറ്റുപറയുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെയും ആ രക്ഷയുടെ കൃപകളുണ്ടാകുമെന്ന ബോധ്യം നമുക്കുണ്ടാവണം. രക്ഷിക്കുന്ന ഒരു നാട്, മഴയില്ല, ദാരുണമായ ചൂട്, ബുദ്ധിമുട്ടാകുന്നു. അച്ഛൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം, മഴ വരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് കൂടുന്നു, വലിയ പന്തലൊക്കെ ഇടുന്നുണ്ട്, മഴ വരുമല്ലോ നമുക്കല്ലേ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു കൊച്ചു, ചുരുക്കി പറയുകയാണേ, ഒരു കൊച്ചു മാത്രം കുടയുമായിട്ട് വരും. എല്ലാവരും അവനെ എന്നെ ഊളനാടാതീന്ന് അവനെ കളിയാക്കി. അവന് മാത്രമേ ബോധ്യമുണ്ടായിരുന്നുള്ളൂ, മഴ പെയ്യും പ്രാർത്ഥിച്ചാൽ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഞാൻ മഴ നനയാതെ പോകണം. ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങനെ അല്ലേ, വിശ്വാസികളായിട്ട് നമ്മളൊക്കെ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ കൃപ എന്നും ഉണ്ടാകണമെങ്കിൽ വിശ്വാസപൂർവ്വമാകാനായിട്ട് നെഹെമ്യായുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 28-ാം വചനം. അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, എത്രമാത്രം ബലഹീനമായ പ്രാർത്ഥനയാണെങ്കിലും അവിടെ ഈശ്വര കൃപയുണ്ടാകും. തിരിച്ചു വരാം. സബതി പുത്രന്മാരുടെ പ്രാർത്ഥന, ദൈവം പ്രാർത്ഥന കേട്ടോ. ഈശോ പറയുന്നു അത് ചെയ്യേണ്ട ഞാനല്ല. ഈശോ ഒഴിഞ്ഞു മാറി. ഈശോ ഒഴിഞ്ഞു മാറി ചില ഇടം കേട്ടോ. പണ്ടിടത്തും വരുന്നുണ്ട് വീട് പറമ്പ് വീതം വെക്കാനായിട്ട്. ഈശോ പറയും എൻ്റെതല്ല. ചില ഇടങ്ങളിൽ ഈശോ ഇങ്ങനെ ഒഴിഞ്ഞു മാറും. നമ്മുടെ ജീവിതത്തിൽ ചില പ്രാർത്ഥന അങ്ങനെയാണ്. എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോയിട്ടുണ്ടാവാം. വീണ്ടും പ്രാർത്ഥിക്കുക, നമ്മൾ മനസ്സ് മടിക്കും. ധ്യാനം കൂടി, വെള്ളാങ്കണ്ണിക്ക് പോയി, ഭജന ഇരുന്ന്, മുട്ടയടിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു, എന്നിട്ട് ഉത്തരം കിട്ടാതെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ മനസ്സ് മടിച്ച് പോകാമായിരിക്കാം. സബതിപുത്രന്മാരുടെ അമ്മയുടെ പ്രാർത്ഥനയിൽ എന്തുകൊണ്ടായിരിക്കാം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോയത്? നമുക്ക് ധ്യാനിക്കാം. ഒന്ന്, ഈ അമ്മ ചോദിക്കുന്നത് എന്താണ്? 12 പേരുണ്ടല്ലേ, അപ്പസ്തോലന്മാർ 12 പേര്. ഈ 12 പേരും എല്ലാം ഉപേക്ഷിച്ച് വന്നവരാ. ഈ 12 പേരിൽ 2 പേർക്ക് മാത്രമാണ് ഈ അമ്മ ആഗ്രഹിക്കുന്നത്, എൻ്റെ മക്കളെ അപ്പുറം ഇപ്പുറം ഇരുത്ത്. അവർ കരുതിയത് എന്താണെന്നറിയാവോ? ദാവീദിനെ പോലെ. പഴയ നിയമത്തിൽ ദാവീദ് രാജാവായിരുന്നു. നഷ്ടമായ എല്ലാ ചൈതന്യവും വീണ്ടെടുക്കത്തക്ക രീതിയിൽ രാജാവായിട്ട് അവർ വാഴുന്നുമൊക്കെയുണ്ട്. കസേര ഫ്രണ്ടിലുണ്ട് കേട്ടോ, കുറേ സീറ്റുകളുണ്ട്. ചേട്ടന്മാർക്ക് ഇവിടെ കുറേ സീറ്റുകൾ ബാക്കിയെടുക്കണം കേട്ടോ, ആ സ്ക്രീനിൻ്റെ പുറകിൽ ഫ്രണ്ടിൽ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ കാരണമാകുന്നത് ഈ അമ്മ ഒരു പക്ഷേ ആഗ്രഹിച്ച പ്രാർത്ഥന സ്വാർത്ഥമായതുകൊണ്ടാവാം ദൈവം ഉത്തരം കൊടുക്കാതെ. ആണോ? സമ്മതിക്കുന്നു? 12 മക്കളുണ്ട്, 12 പേരുണ്ട് അപ്പസ്തോലന്മാർ. എൻ്റെ 2 മക്കളെ മാത്രം അനുഗ്രഹിക്കുക, എന്നെ മാത്രം, എൻ്റെ മോക്ക് IELTS കിട്ടണം, എനിക്ക് ലോട്ടറി അടിക്കണം. അപ്പം എൻ്റെ എന്ന രീതിയിൽ സ്വാർത്ഥമായ ഒരു പ്രാർത്ഥന ആയതുകൊണ്ടാണോ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കാതെ പോയത്? നിങ്ങളെന്ത് പറയുന്നു? സമ്മതിക്കുന്നോ? എഗ്രിങ് വിത്ത് മീ ഓർ നോട്ട്? അല്ലേ? 12 പേര് ഒരുപോലെ വന്നവരാ, എല്ലാം ഉപേക്ഷിച്ചവരാണ്, എല്ലാം വേണ്ടെന്ന് വെച്ചവരാണ്. 2 പേരെ മാത്രമാണ് ഈ അമ്മ അനുഗ്രഹിക്കാൻ ആവശ്യപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓർത്തോളൂ, നമ്മുടെ പ്രാർത്ഥനയും നമുക്കറിയാൻ മേലെങ്കിലും സ്വാർത്ഥമായിട്ട് മാറാം. ഒരിക്കലും ഈ അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല അത് സ്വാർത്ഥമാണെന്ന്. അമ്മ നോക്ക്, പിന്നെ ദൈവം കരുണാമയനാണ്, കൃപാലുവാണ്, ദയാശീലനാണ്, എല്ലാം കൊടുക്കുന്നവനാ. എന്നിട്ട് ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തിട്ടില്ല എങ്കിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ആ പ്രാർത്ഥന സ്വാർത്ഥമായതുകൊണ്ടാവാം ദൈവം ഉത്തരം കൊടുക്കാതെ പോയത്. സമ്മതിക്കുന്ന കൈപൊക്കാവോ? എഗ്രി ചെയ്യുന്നവർ? ബാക്കി ആർക്ക് എഗ്രിമെൻ്റ് ഇല്ലേ? നിങ്ങളെന്നാ പറയുക? നിങ്ങളുടെ അഭിപ്രായം എന്നാ? കൈപൊക്കാത്തവരുടെ സ്വാർത്ഥതയല്ലായിരുന്നോ? 12 പേരുണ്ടായിരുന്നു, 12-ൽ 2 പേർക്ക് മാത്രം അനുഗ്രഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ ന്യായാധിപനായ നീതിമാൻ ദൈവം കൊടുക്കുവോ? കൈപൊക്കാത്തവർക്ക് കിട്ടുന്ന അഭിപ്രായമാണെങ്കിൽ നിങ്ങൾ ധ്യാനിക്കുക, കിട്ടത്തില്ല. സ്വാർത്ഥമായ പ്രാർത്ഥനകൾ, അവരൻ നശിക്കണം ഞാൻ നന്നാകണമെന്നൊരു അർത്ഥമായതുണ്ടല്ലേ. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ യൗസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയെ അപമാനിതയാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു വചനമുണ്ടല്ലേ. പരിശുദ്ധ അമ്മയെ അപമാനിതയാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം അമ്മയെ ബഹുമാനിക്കുന്നത് കൂടെയാണ്. ആ കുടുംബത്തിൽ യൗസേപ്പ് പിതാവ്
അമ്മയുടെ മാനത്തിന് വിലയിടാതെ അമ്മയെ മാനിച്ചത് കൊണ്ടാണ് രക്ഷകൻ ഈ ഭൂമിയിൽ ഭൂജാതനായത്. അപ്പം നമ്മുടെ കുടുംബജീവിതത്തിൽ പരസ്പരം ബഹുമാനിക്കുവാൻ ഭർത്താവിന് ഒരുപാട് കുറവുകളുണ്ടാവാം, ഒത്തിരി പാളിച്ചകളുണ്ടാവാം. അവ അദ്ദേഹത്തെ മാനക്കേടിന് കാരണമാക്കാതെ നമ്മുടെ ജീവിതത്തിൽ പരസ്പരം ബഹുമാനിക്കാൻ സമയമുണ്ടാകുമ്പോൾ, മനോഭാവം ഉണ്ടാകുമ്പോൾ അവിടെ തിരുക്കുടുംബം ഉണ്ടാവും. ഈ വ്യക്തി സ്വാർത്ഥമായി പ്രാർത്ഥിച്ചത് കൊണ്ടാവാം ഒരു പക്ഷേ ഉത്തരം കിട്ടാതെ പോയത്. ഞാൻ ആണെന്ന് പറയുന്നില്ല, ഒരു പോസിബിലിറ്റി ആവാം. ഒന്ന്, ആ പ്രാർത്ഥന സ്വാർത്ഥമായതുകൊണ്ട് ഉത്തരം കിട്ടിയില്ല. രണ്ടാമത് വരാം, അതങ്ങ് മായ്ച്ചു കളഞ്ഞേരും. ഈ അമ്മ ആവശ്യപ്പെട്ട പ്രാർത്ഥന എന്താണ്? കർത്താവേ, നീ മഹത്വീകരിക്കപ്പെടുമ്പോൾ എൻ്റെ ഈ മക്കളെ ഒരുവനെ അപ്പുറം ഇപ്പുറം ഇരുത്തണേ. അതായത് അമ്മയുടെ സ്വപ്നത്തിൽ എന്താണ്? നീ ദാവീദ് രാജാവിനെ പോലെ മഹത്വീകരണ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ മന്ത്രിമാരായിട്ട് എൻ്റെ മക്കളെ ഇരുത്തണമെന്നാണ് ഈ അമ്മ ആഗ്രഹിച്ച പ്രാർത്ഥനയുടെ അർത്ഥം. യഥാർത്ഥമായിട്ടും എവിടെയാ ക്രിസ്തു മഹത്വീകരിക്കപ്പെട്ടത്? കാൽവരിയുടെ വിരിമാറിൽ. ഈ അമ്മ ചോദിച്ച പ്രാർത്ഥനയുടെ അർത്ഥമെന്ന് പറയുന്നത്, കർത്താവേ, നീ ദുഃഖവെള്ളിയാഴ്ച കാൽവരിയുടെ വിരിമാറിൽ ആകാശത്തിനും ഭൂമിക്കും കീഴെ കുരിശേ കിടക്കുമ്പോൾ എൻ്റെ മക്കളെ അപ്പുറം ഇപ്പുറയും കിടത്തണമെന്നായിരുന്നു അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ യഥാർത്ഥമായ അർത്ഥം. കർത്താവിൻ്റെ മഹത്വീകരണ സമയത്ത് അപ്പുറം ഇപ്പുറയും കിടത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥന അമ്മ ആഗ്രഹിച്ചത്, അമ്മയുടെ സ്വപ്നം എന്താണ്? ദാവീദിൻ്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നത് പോലെയുള്ള രാജകീയ വ്യക്തികളായിട്ട് മാറപ്പെടണമെന്നാണ് അമ്മയുടെ അർത്ഥം. യഥാർത്ഥമായ അർത്ഥം ക്രിസ്തുവിൻ്റെ മഹത്വീകരണം എവിടെയാണ്? കാൽവരിയുടെ വിരിമാറിലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളും ഭേദിക്കൊണ്ടവൻ കാൽവരിയിൽ കയറുമ്പോൾ, ആ കുരിശെ കിടക്കുമ്പോൾ, നൊമ്പരപ്പെട്ട് പെടഞ്ഞു മരിക്കാറാകുമ്പോൾ അതേപോലെ അപ്പുറം ഇപ്പുറയും കിടത്തണമേ എന്നാണ് ഈ അമ്മ ആഗ്രഹിച്ച പ്രാർത്ഥനയുടെ യഥാർത്ഥമായ അർത്ഥം. അത് താങ്ങുവാനുള്ള ത്രാണി ഇവർക്കില്ലാത്തത് കൊണ്ടാണ് ഈശോ ഒഴിഞ്ഞു മാറിപ്പോയത്. അപ്പോൾ ആദ്യം പറഞ്ഞത്, സ്വാർത്ഥമായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവാൻ സാധ്യത കുറവാണ്. നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും നമുക്ക് സ്വാർത്ഥമല്ലത്, നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്തെ ഭാഗം പഠിപ്പിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഉത്തരം, അർത്ഥം നമുക്ക് മനസ്സിലാകാതെ പോകുമ്പോഴും അവിടെയും ഉത്തരമുണ്ടാവുകയില്ല. രണ്ടും ക്ലിയർ ആയല്ലോ. ഇനി മൂന്നാം ഭാഗം, ആദ്യത്തെ മായ്ച്ചു കളയൂ, രണ്ടാമത്തെ കളയും. മൂന്നാം ഭാഗം, ഈ അമ്മ ചോദിക്കുന്നത്, നീ മഹത്വീകരിക്കപ്പെട്ട് ഈശോ സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ നിന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കാനായിട്ട് എൻ്റെ മക്കളെ കൂടെ അനുവദിക്കണമേ എന്നാണ്. ഞാൻ പറഞ്ഞു, ഈശോയും അപ്പസ്തോലന്മാരും 12 പേര്. ആ ഈശോയും അപ്പസ്തോലന്മാരുടെയും ഗണത്തിൽ ഏറ്റവും ആദ്യം ഈശോ മിശിഹ സ്വർഗാരോഹണം ചെയ്യപ്പെടുന്നു, പിതാവിൻ്റെ സന്നിധി എത്തപ്പെടുന്നു, സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്നു. ഏറ്റവും ആദ്യം അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ, എസ്തപ്പാനസ് അല്ല, അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ആരാണ് മരിച്ച് ഈശോയിലേക്ക് എടുക്കപ്പെടുന്നത്? 12 അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ആരാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്? ആദ്യം മരിച്ചത് എസ്തപ്പാനസ് ആണ്. പക്ഷേ അപ്പസ്തോലന്മാരുടെ കൂട്ടം 12 പേരുടെ കൂട്ടത്തിൽ ഒറ്റുകാരനെ ഒഴിവാക്കിയാൽ യാക്കോബ് ശ്ലീഹ, സെബദി പുത്രന്മാർ ഒരാളാണ്, ഇടിമുഴക്കത്തിൻ്റെ മക്കളൊരാളാണ് യാക്കോബ്. ഏറ്റവും ആദ്യം പിതാവായ ദൈവത്തിൻ്റെ കൂടെ ഈശോ മിശിഹ സിംഹാസനത്തിലായിരിക്കുന്നു. ഏറ്റവും ആദ്യം യാക്കോബ് ശ്ലീഹ, സെബദി പുത്രന്മാരിൽ ഒരാൾ. ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ 2 പത്രോസ്, അന്ത്രയോസ്, അങ്ങനെ മത്തായി, യോന. ലാസ്റ്റ് പോണത് ആരാണ്? ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ യോഹന്നാൻ. നമുക്ക് മനസ്സിലാകേണ്ടതാണെങ്കിലും ഓർത്തോളൂ, ആ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വാർത്ഥമാണെന്ന് നമ്മൾ പറഞ്ഞു, അർത്ഥമറിയാമേലെന്ന് പറഞ്ഞു. എന്നിട്ടും കാലത്തിൻ്റെ തികവിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മൾ ശിരസ് കുനിച്ച് നിൽക്കാൻ പറ്റുമ്പോൾ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഏറ്റവും ആദ്യം യാക്കോബ്, ഏറ്റവും അവസാനം യോഹന്നാൻ. ഈശോയുടെ അപ്പുറയും ഇപ്പുറയും ആ ഒരു സർക്കിൾ എടുത്താൽ ഇന്നായിരിക്കുന്നത് സബദി പുത്രന്മാരാണ്. ഇപ്പം നമ്മുടെ പ്രാർത്ഥന എത്രമാത്രം സങ്കടകരമാണെങ്കിലും, എത്ര വിഷമമുള്ളതാണെങ്കിലും, സ്വാർത്ഥമാണെങ്കിലും, അർത്ഥമറിയാൻ മേലത്തതാണെങ്കിലും നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുക. പ്രാർത്ഥനയുടെ മക്കളായി നാം മാറണം. ഒരിക്കലും ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ കിട്ടുവോളം പ്രാർത്ഥിക്കണം. കിട്ടിക്കഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, കിട്ടിയ വരത്തിൽ.
ഇപ്പോൾ പ്രാർത്ഥനയുടെ മക്കളാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടുകൂടെ എവിടൊക്കെയാണ് എനിക്ക് പ്രാർത്ഥന മുടങ്ങിപ്പോയത്, എൻ്റെ പ്രാർത്ഥനയുടെ തടസ്സമുണ്ടായതാണ് ബാക്കി എല്ലാത്തിൻ്റെയും കാരണം. മനസ്സിൽ പ്രലോഭനങ്ങളുണ്ടാകുന്നു, ചാബല്യങ്ങളുണ്ടാകുന്നു, അശുദ്ധി ഉണ്ടാകുന്നു. എവിടെയാണ് ഞാൻ പ്രാർത്ഥനയോട് വേണ്ട എന്ന് വെച്ചത്, പ്രാർത്ഥനയ്ക്ക് സീരിയസ്നെസ് കൊടുക്കാതെ പോയത് മറ്റു പലതിലേക്കും. മക്കളെയൊക്കെ തിരക്കല്ലേ പഠിപ്പിക്കാൻ എന്നല്ലേ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുടുംബത്തിലൊക്കെ ഈ അമ്മമാരുടെ ശബ്ദം നിലച്ച ഇടത്താണ് സങ്കടങ്ങളുണ്ടായത്. പണ്ട് കുടുംബത്തിൽ പറയുമല്ലോ എളുപ്പനെ, എടാ പള്ളിയിൽ പോടാ, എഴുന്നേറ്റ് പോടാ, പോയി പഠിക്കടാ, പോയി കുമ്പസാരിക്കടാ, പോയി അങ്ങനെ ചെയ്യടാ, ക്ലാസ്സിൽ പോടാ. അമ്മമാരുടെ ശബ്ദങ്ങൾ പണ്ട് ഭവനത്തിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ കുടുംബത്തിൽ മക്കൾ അനുഗ്രഹമായിരുന്നു. ഈ ശബ്ദം എവിടൊക്കെ നിലച്ചോ അവിടെയൊക്കെ സങ്കടവുമാണ്. അമ്മമാരെ, നിങ്ങളാവണം കുടുംബത്തിൻ്റെ ശബ്ദം. ഇവർക്ക് തിരക്കാം, സമ്പാദ്യമുണ്ടാക്കാൻ, കടം മാറാൻ, ലോകം നന്നാക്കാൻ വേണ്ടി പോകുമ്പോൾ. കുടുംബം നന്നാകണമെങ്കിൽ നിങ്ങളുടെ ശബ്ദങ്ങൾ എവിടെ നിലച്ചോ അവിടെ തുടങ്ങിക്കോണം. നോമ്പുകാലമാണ്, അവധിക്കാലമാണ്. എത്ര മക്കളെ നിങ്ങൾ പള്ളിയിൽ വിടുന്നുണ്ട് രാവിലെ കുർബാനയ്ക്ക്? ILTC ഇവിടെ നമുക്ക് എളുപ്പമാണ് അല്ലേ, പഠിക്കാൻ പോയാൽ എളുപ്പമാണ്. വേണ്ടാന്ന് പറയാം, എല്ലാം വേണം കേട്ടോ, ഒന്നും വേണ്ടാന്നല്ല. തമ്പുരാൻ്റെ സാന്നിധ്യമില്ലാതെ നമ്മൾ എവിടെ വിട്ടാലും ആ കുഞ്ഞുങ്ങൾ ഒരുപക്ഷേ അത്ര അനുഗ്രഹമാവും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനുഗ്രഹമാവും. അവരുടെ ജീവിത വഴിത്താരയിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ മറികടന്നു പോകാനായിട്ട് നമുക്ക് വേണ്ടത് ഈശ്വര കൃപയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ധ്യാനിക്കേണ്ട എത്രമാത്രമാവണം, എൻ്റെ ജീവിതത്തിൽ എവിടൊക്കെയാണ് ഞാൻ എൻ്റെ പ്രവൃത്തികൾ ദൈവത്തിന് നിരക്കാതെ പോയത്, എൻ്റെ പ്രാർത്ഥന മുടങ്ങിയ ഏതെങ്കിലുമൊക്കെ ഇടങ്ങളുണ്ടോ? നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് കൂടെയായിരുന്നു കൊണ്ട് ഗാനത്തോടു കൂടിയാവും. കരങ്ങളടിച്ചുകൊണ്ട് പാടാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. കർമ്മയൊക്കെ അടിക്കാമോ? കരങ്ങൾ താഴ്ത്തി ശക്തിയോടെ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എന്നെ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീയിലല്ല, എന്നെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്.
എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. കരങ്ങൾ ഉയർത്തി അടിക്കാം. കരങ്ങൾ താഴ്ത്തി ശക്തിയോടെ. ദൈവമെനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. യേശുവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആരാധന. അഭിഷേകമായി നീ കൂടെ വിലപിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളിലേക്ക് നിന്റെ കൃപയായി നീ ചൊരിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി തമ്പുരാന്റെ സന്നിധിയോട് കൂടെയായിരുന്ന് നമ്മുടെ ജീവിത പങ്കാളിയെ ഓർത്ത്, നമ്മുടെ കുടുംബത്തെ ഓർത്ത് ഈശ്വര സാന്നിധ്യം എന്നും ഉണ്ടാകുവാൻ, മനസ്സിന്റെ കോണിലുള്ള ആകുലതയിലേക്ക് ദൈവാത്മാവിന്റെ ചൈതന്യം അഭിഷേകമായി ഉണ്ടാകുവാൻ, എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും ദൈവത്തിന് നിരക്കുന്നതായിട്ട് മാറുവാൻ, എവിടെങ്കിലുമൊക്കെ ഞാൻ പാപത്തിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താറിൽ നന്മയുടെ പിറകെ ആരുടെയെങ്കിലും കണ്ണുനീരുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് മാപ്പപേക്ഷിക്കാം. എൻ്റെ പ്രാർത്ഥനകളൊക്കെ ഒരു ചടങ്ങ് മാത്രമായി മാറിയ ഇടങ്ങളൊക്കെയുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തിയ ഇടങ്ങളുണ്ട്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരെ ഞാനൊക്കെ കളിയാക്കി പോയിട്ടുണ്ടെങ്കിൽ ഈശോയെ ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കുന്നു. നിന്റെ കൃപ എന്നിലേക്ക് ഇറങ്ങി വരുന്ന അഭിഷേകമായി, അനുഗ്രഹമായി ഈ മണിക്കൂറെ അവിടുന്ന് മാറ്റിയെടുക്കണം ഈശോയെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളെ, രോഗപീഠകളെ, ബന്ധനങ്ങളെ അങ്ങയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധിയുടെ മക്കളോടൊപ്പമായിരുന്നു കൊണ്ട് സഹിയോൻ മാളിക അനുഗ്രഹമായതുപോലെ നിന്റെ ആത്മാവിൻ്റെ ആവാസം ഞങ്ങളുടെ കൂടെ ഉണ്ടാകുവാൻ, നൽകിയപ്പെട്ടിരിക്കുന്ന ആത്മാവ് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവാണ്. ആത്മാവിൻ്റെ കൃപ അനുഗ്രഹമായി അബ്ബ എന്ന് വിളിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ കുറവിലേക്ക് നോക്കാതെ എന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ, ഇരുമനസ്സോടുകൂടെ, നന്മയുടെ മനസ്സോടുകൂടെ നമ്മുടെ കുടുംബജീവിതം, ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ നന്മയായിട്ട് മാറുവാൻ കർത്താവേ നിൻ്റെ അഭിഷേകം കൂടെ ഉണ്ടാവണമേ. ഞങ്ങളുടെ ഈ ദൈവാലയത്തിലേക്കും ഇടവകയിലെ ഓരോ മക്കളിലേക്കും ഈ ആരാധനയുടെ, ഈ പ്രാർത്ഥനയുടെ നന്മ ചൈതന്യമായി കടന്നു വരുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനെ, ഞങ്ങളുടെ ശുശ്രൂഷികളെല്ലാം, സഹവൈദികരെ, കൊച്ചന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയിലെ എല്ലാ മക്കളും അഭിഷേകമാകുവാൻ, ഈ ആണ്ടുവട്ടത്തിലെ വലിയ നോമ്പിലെ ഞങ്ങളുടെ ധ്യാനം, ഇടവക നവീകരണം, ജീവിത നവീകരണത്തിൻ്റെ കാരണമാകുവാൻ ബലഹീനത ഞങ്ങളെ അവിടുന്ന് ഉപകരണമാക്കണമേ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബലഹീനതകളെയും ഈശോയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. തുറന്ന സ്വരത്തോടു കൂടെ ഈശോ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളിലേക്ക്, നിലവിളിക്കുന്ന മക്കളിലേക്ക് അനുഗ്രഹമാകുവാൻ,
നല്ല കള്ളന് സ്വർഗം സാധിച്ചതുപോലെ ഞങ്ങളുടെ ഒരു തുള്ളി കണ്ണുനീരിന്റെ പിൻബലത്തോടുകൂടെ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമാകുവാൻ, ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹമാകുവാൻ ഞങ്ങളെ ഉപകരണമാക്കണമേ. ആരാധന 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 ഈശോ ആരാധന ഈശോ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോ ആരാധന ആരാധന. ഇരിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹമായെന്നാണ് മനസ്സിലായത്. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം. ജോബ് 42:8. ദൈവം പറയുകയാണ്, ജോബ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവൻ്റെ പ്രാർത്ഥന കേൾക്കും. വീണ്ടും 9-ാം വചനം. ജോബ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. നിങ്ങൾ ഇന്ന് ഈ ആലയത്തിലായിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച പലരും കൂടെ വന്ന് കാണുകയും, ജീവിത പങ്കാളി തിരക്കിലാവാം, നമ്മുടെ മക്കൾ വിദൂരങ്ങളിലായിരിക്കാം, ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമ്മളുടെ നിറഞ്ഞ മനസ്സിൻ്റെ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന അനുഗ്രഹമായിട്ട് മാറുമെന്ന വചനമാണ് ജോബിൻ്റെ പുസ്തകത്തിലൂടെ. ഒരുപാട് സഹിച്ച് ജോബ് പ്രാർത്ഥിക്കുകയാണ്. അവന് പരാതി പറയാമായിരുന്നു, പിറുപിറുക്കാമായിരുന്നു, പക്ഷേ ഒന്നും പറയാതെ ദൈവം തന്നു, ദൈവം എടുത്തു എന്ന മനോഭാവത്തിൽ ജോബ് ആയിരുന്നിട്ട് ആ സഹനത്തിൻ്റെ തീച്ചൂളയിലും, വാർദ്ധക്യത്തിൻ്റെ ഉച്ചകോടിയിൽ അബ്രഹാം സമ്മതിച്ചതുപോലെയാണ് ഇവിടെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ ജോബ് പ്രാർത്ഥിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ജോബിൻ്റെ പ്രാർത്ഥനയൊക്കെ അനുഗ്രഹമാകുന്നുണ്ട്. നാളെ കാണും, അത് ഇരട്ടിയായിട്ട് മാറപ്പെടുകയാണ്. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇരട്ടിയായിട്ട് തരുന്നു. ജോബ് 42:8-9. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത് അപ്രകാരമാണ്. എവിടെയാണോ എനിക്ക് ഈശ്വര കാരുണ്യം ആവശ്യമായത്, ഈശ്വര ചൈതന്യം ആവശ്യമായത്, അവിടെ നന്മയോടുകൂടെ നമുക്ക് ആവാനായിട്ട് സാധ്യമാകണം. വീണ്ടും വായിക്കുന്നുണ്ട് തെസ്സലോനിയക്കാർക്ക് 1-ാം ലേഖനത്തിൻ്റെ 5:16 മുതലുള്ള തിരുവചനം. എപ്പോഴും സന്തോഷത്തോടു കൂടെ ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ദൈവഹിതം. പ്രേ കോൺസ്റ്റന്റ്ലി, നിരന്തരം പ്രാർത്ഥിക്കണം. ആദ്യം പറഞ്ഞു, അവിടെ സ്വാർത്ഥമായിരിക്കാം, ഉത്തരം കിട്ടുന്നില്ലായിരിക്കാം, മനസ്സ് മടിച്ച് കാണാം. എത്ര മനസ്സ് മടിച്ചാലും നിരന്തരം പ്രാർത്ഥിക്കുവാനുള്ളൊരു ആർജവത്വം നമ്മുടെ കൂടെ ഉണ്ടാവും. നിരന്തരം പ്രാർത്ഥിക്കുന്ന മക്കൾക്കാണ് അനുഗ്രഹമുണ്ടാവുക, ഈശ്വര കൃപയുണ്ടാവുക. അവരെ ഇങ്ങനെ ദൈവം പരിപാലിച്ചു കൊണ്ടേയിരിക്കും. അനുഗ്രഹമാകുവാനായിട്ടുള്ളൊരു ദാഹം നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ആ ദാഹമാണ് അനുഗ്രഹമാക്കി മാറ്റുക. സങ്കീർത്തനം 115:12. കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു വിചാരമുണ്ട്, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. നമ്മൾ എവിടെല്ലാം ഓടിയെത്തിയാലും എന്തെല്ലാം ആണെങ്കിലും നമ്മളെക്കുറിച്ചൊരു വിചാരമുള്ള കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു തിരിച്ചറിവ് നമ്മുടെ ചങ്കിലിങ്ങനെ കോറിയിടണം ചാക്കുളി കൊണ്ട്. ഒരിക്കലും മാറാതെ എൻ്റെ ദൈവം എന്നെ കാത്തു പരിപാലിക്കും എന്നൊരു നന്മ, വിശ്വാസം, വിശുദ്ധിയുടെ പിൻബലത്തിൽ. റോമാക്കാർ ലേഖനം 5:5 പറയുന്നുണ്ട്, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മിലേക്ക് നിറയും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് സഹായകനായി നിൻ്റെ കൂടെയുള്ള, നമുക്ക് തുടങ്ങി വയ്ക്കാൻ പറ്റും. എല്ലാ മനുഷ്യർക്കും തുടങ്ങി വയ്ക്കാം. ബിസിനസ് ആവാം, ഭവന നിർമ്മാണമാവാം, കുടുംബജീവിതം, വിവാഹം, പഠിത്തമൊക്കെ ആവാം. അത് പൂർത്തീകരിക്കണമെങ്കിൽ ദൈവാത്മാവിൻ്റെ കൂട്ട് നമുക്ക് ആവശ്യമാണ്. ഒരു ചോദ്യം എന്നും ഉണ്ടാവണം. ഞാനിത് ആരംഭിച്ചപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചു. തുടങ്ങി വെക്കുന്നതൊക്കെ എവിടെങ്കിലുമൊക്കെ ശുഭകരമായി പര്യവസാനിച്ചിട്ടില്ലെങ്കിൽ ഓർത്തുകൊള്ളുക, നമ്മൾ തുടങ്ങിയപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടില്ല. എല്ലാം പൂർത്തിയാക്കുവാൻ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരിക്കുന്ന ആത്മാവിനെ, റോമ 8:14 മുതൽ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അബ്ബ എന്ന് വിളിക്കുവാനുള്ള ഒരു നന്മയുണ്ടാവണം. ഈശോ മിശിഹ എപ്പോഴും പിതാവിനെ വിളിച്ചത് പിതാവേ എന്നാണ്. പഴയ നിയമത്തിൽ കാണുന്നതെല്ലാം ദൈവമേ എന്നല്ലേ. ഈശോ മിശിഹ വിളിച്ചതൊക്കെ, പ്രാർത്ഥിക്കാൻ പോയപ്പോഴൊക്കെ അവൻ അബ്ബ, അപ്പച്ച, സ്വർഗീയ അപ്പച്ച എന്ന് വിളിച്ചാണ് പ്രാർത്ഥിച്ചത്. ഒരിക്കൽ മാത്രം ഈശോ വിളിച്ചു ദൈവമേ എന്ന്. എപ്പോഴാണെന്നറിയാവോ?
ദൈവപുത്രനും മനുഷ്യപുത്രനുമായവൻ ദൈവപുത്രനായിട്ട് അവൻ വിളിച്ചതൊക്കെ അബ്ബാ, സ്വർഗീയ അപ്പച്ച, കൂടെ ഉണ്ടാവണമേ, അനുഗ്രഹമാവണമേ, ഈ മക്കൾക്ക് നന്മ കൊടുക്കുവാൻ, അനുഗ്രഹമാകുവാൻ, സാക്ഷ്യമാകുവാൻ എന്നെ ഉപകരണമാക്കണമെന്ന് ആഗ്രഹിച്ച് എല്ലാ ഇപ്പോഴും വിളിച്ചതൊക്കെ ദൈവമേ, എൻ്റെ അപ്പച്ച, അപ്പച്ചാ, സ്വർഗീയ അപ്പച്ച, അബ്ബാ പിതാവേ. എന്താ പഠിപ്പിച്ചത്? സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ദൈവമേ എന്നാണോ? അല്ല, അപ്പച്ചൻ. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ നാം സ്വീകരിച്ചിരിക്കുന്നു. നാം അതുകൊണ്ട് അപ്പച്ച എന്ന് വിളിക്കുവാനുള്ള ധൈര്യം ഉണ്ടാവണം. എപ്പോഴാണ് ഈശോ പിതാവിനെ ദൈവമേ എന്ന് വിളിച്ചത്? കുരിശിൽ കിടന്നുകൊണ്ട് അവൻ്റെ മാനുഷികമായ വേദനയിൽ മാത്രമാണ് എൻ്റെ ദൈവമേ, എലോഹീം എലോഹീം അല്ലേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? നമ്മുടെ മാനുഷികമായ ചിന്തകളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കുവാനുള്ള, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി നാമൊക്കെ മാറുവാനുള്ള വിളിയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ കൗദാശിക ജീവിതം. അവിടെ നാം ഓരോരുത്തരും അനുഗ്രഹമാകാനായിട്ട് നമുക്ക് പ്രത്യാശയുള്ളൂ. 8:31 ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ നമുക്ക് ആര് എതിര് നിൽക്കും? ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ് നമുക്ക് അനുഗ്രഹത്തിൻ്റെ കിരണങ്ങൾ ഉണ്ടാവുക. പ്രാർത്ഥന മുടക്കാതെ നന്മയുടെ മക്കളായിട്ട് ജീവിക്കുവാനുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം അനുഗ്രഹമായിട്ട് നാമൊക്കെ മാറുകയാണ്. എൻ്റെ കാര്യം പറയാം, നാളെ പറയാം, വിശദമായിട്ട് ചുരുക്കി പറയാം. ഞാൻ സെമിനാരി കയറിയത് 2002 അന്ന് വരെയൊക്കെ മമ്മി പള്ളിയിൽ, അമ്മച്ചി പള്ളിയിൽ പോകുക, മമ്മി എന്നാണ് വിളിക്കുന്നത്, പോകുമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സെമിനാരി കയറിയിട്ട് ഇത്രയും വർഷം, 2002 ഞാൻ സെമിനാരി ചേർന്നു. ഇന്ന് വരെയുള്ള ജീവിതത്തിൽ 4 ദിവസമാണ് എൻ്റെ അമ്മ വിശുദ്ധ കുർബാന മുടക്കിയത്. കൊറോണയ്ക്ക് പോലും എൻ്റെ തൊട്ടടുത്ത പള്ളിയിൽ പോകാനായിട്ട് അച്ഛൻ്റെ അമ്മയായതുകൊണ്ട് അച്ഛൻ വിളിച്ചു, അങ്ങനെ പോയി. ഇത്രയും വർഷമായിട്ട് 2002 മുതൽ ഇന്നലെ വരെയുള്ള മമ്മിക്ക് 69 വയസ്സായി, പപ്പായ്ക്ക് 79 വയസ്സുണ്ട്, 7 വയസ്സ് അമ്മയ്ക്കുണ്ട്. ഇന്നും നടന്നാവോ 1 കിലോമീറ്ററോളം പോകണം പള്ളിയിൽ പോകണമെങ്കിൽ. കൊറോണയ്ക്ക് അച്ഛൻ ഞങ്ങളുടെ താമസിച്ചതുകൊണ്ട് എൻ്റെ വീടിനടുത്ത് വന്ന. ഇത്രയും വർഷമായിട്ട് ഒരിക്കൽ പോലും എൻ്റെ അമ്മ കുർബാന മുടക്കിയിട്ടില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ആകുന്നുണ്ടെങ്കിൽ അത് ആ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയാണ്. എൻ്റെ അപ്പനെ എസ് അച്ഛൻ പറഞ്ഞല്ലേ, അപ്പം ഞായറാഴ്ച കുർബാന മുടക്കിയിട്ടില്ല. ഇടവസം പാടാം കേട്ടോ, പോകാൻ വിഷമമായി, ഡ്യൂട്ടികളും. ഞായറാഴ്ച എവിടെങ്കിലുമൊക്കെ പോയി എൻ്റെ അപ്പൻ കുർബാനയ്ക്ക് കൂടും. ചിലപ്പോൾ നമ്മൾ പരിചയ അച്ഛന്മാരുള്ളതുകൊണ്ട് ഒറ്റയ്ക്കുള്ള കുർബാനയിൽ പോയി കൂടാൻ പറ്റുന്നില്ലെങ്കിൽ 1-2 പ്രാവശ്യം മാത്രം ശനിയാഴ്ച വൈകുന്നേരം നിർബന്ധിപ്പിച്ച് കുർബാനയ്ക്ക് പോകേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന ഒരു അനുഭവമാകുമ്പോഴാണ് നമ്മുടെ കുടുംബം അനുഗ്രഹമായിട്ട് മാറുക. ഞാൻ പറഞ്ഞു, പഴയ നിയമത്തിലെ മോശ, അവൻ ആ ശരീരത്തിൽ സഹനമെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൻ്റെ ആവാസം അവൻ്റെ കൂടെയുണ്ട്. അവൻ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു അത് അനുഗ്രഹമായിട്ട് മാറുകയാണ്. മോശ വിരിക്കപ്പെട്ട കരങ്ങളുമായി പ്രാർത്ഥിച്ചതുപോലെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ വിരിക്കപ്പെട്ട കരങ്ങളുമായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹമായിട്ട് മാറും. അത്ര സുഖമുള്ള ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. വീടിൻ്റെ പടി ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ എങ്ങോട്ടാ പോകണം നമുക്കറിയത്തില്ല. ഞങ്ങളുടെ ഒരു പയ്യനുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, സാധാരണ നല്ല കുടുംബത്തിൽ പിറന്നൊരു പയ്യൻ. ബാംഗ്ലൂർ ജോലിയായിരുന്നു, ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോലിക്കായിട്ടാണ് പയ്യൻ പോയത്. ദീപാവലിയൊക്കെ സമയമാകുമ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ സമ്മാനം കിട്ടും. ചിലപ്പോൾ ബാഗ് ആയിരിക്കും, ചിലപ്പോൾ സ്വീറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ ഇവർ താമസിച്ചിരിക്കുന്ന ആ ഒരു ലോഡ്ജിൻ്റെ സമയങ്ങളിലുള്ള തരത്തിലുള്ള മക്കൾക്കൊക്കെ അവർ ഒരു ബാഗ് കൊടുക്കും, ഒരു കമ്പനിയുടെ പരസ്യമായിട്ടൊരു ബാഗ്. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ബാഗാണ്. നമുക്കറിയാം ബാംഗ്ലൂരിലൊക്കെ ചെറിയ ചെറിയ മുറികളാണ് കേട്ടോ. അവർ ഒരു ഭിത്തിയിൽ ആണി അടിച്ചിട്ടാണ് ഈ ബാഗെല്ലാം തൂക്കുക, ഷട്ടപ്പറേ ബാഗ് ഇപ്പറേ. ഈ കൊച്ചൻ ഹോട്ടൽ മാനേജ് ജോലിയാണ്, ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ടാകും, 5-6 പേർ മുറി താമസിക്കുന്നുണ്ട്. അവൻ എൻ്റെ ബാഗെല്ലാം അടുക്കി വെച്ച് അവൻ്റെ യൂണിഫോമും ആ കാർഡും എല്ലാം വെച്ചിട്ട് പഞ്ച് ചെയ്യാനുള്ള സാധനമൊക്കെ വെച്ചിട്ട് അവൻ അവിടെ തൂക്കിയിട്ടു. വാഷ്റൂമിൽ കുളിക്കാനായിട്ട് പോയി. തിരിച്ചു വരുമ്പോൾ എടുത്തുകൊണ്ട് പോകത്തൊക്കെ ബാക്കിയെല്ലാം റെഡിയാണ്. ഈ സമയം കൂടെയുള്ള മറ്റേ സഹമുറിയൻ പെട്ടെന്ന് മുറി കയറി വരുന്നു. അവനെന്തോ ആവശ്യമുണ്ട്, അവനും ബാഗ് അവിടെ തൂക്കിയിട്ടു. അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി. ഈ സമയത്ത് ഈ മകൻ കുളിയെല്ലാം കഴിഞ്ഞ് ഇവൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയും
ഹെൽമറ്റ് എടുക്കാൻ മറന്നുപോയത് കൊണ്ട് പോലീസ് പിടിച്ചു. കൈ കാണിച്ചു, നിർത്തി. സാറേ പെട്ടെന്നായിരുന്നു, ഡ്യൂട്ടിക്ക് സമയമായി. കാർഡെല്ലാം കാണിച്ചു കൊടുത്തു. അവർക്കറിയാം എന്താടാ ബാഗിൽ, എൻ്റെ യൂണിഫോം ഡ്രസ്സുകളൊക്കെയാണ്. അവൻ തുറന്ന് അവൻ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. കാണിച്ചു കൊടുത്തപ്പോൾ ഈ ബാഗ് മാറിപ്പോയായിരുന്നു. മറ്റേ പയ്യൻ്റെ ബാഗ് എടുത്തുകൊണ്ടാണ് ഈ പുള്ളി പെട്ടെന്ന് ഇറങ്ങിപ്പോയത്. നമുക്കറിയാം MDMA കേട്ടിട്ടുണ്ടല്ലേ, കഞ്ചാവിനെക്കാട്ടുമൊക്കെ ഒത്തിരി ശിക്ഷാർഹമായതും ജാമ്യമില്ലാത്തതുമായ കേസാണ് ഇതുപോലെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരും. 100 ഗ്രാമോ 10 ഗ്രാമോ ആണെങ്കിലും ജാമ്യമില്ലാത്ത ഈ പയ്യൻ്റെ ബാഗിൽ പിടിക്കപ്പെട്ടു. നമുക്കറിയാം ബാക്കി ഒരിക്കലും ജാമ്യം കിട്ടത്തില്ല. നിങ്ങൾ വാർത്ത ഓർത്ത് നോക്കി. നിങ്ങളുടെ മകനാണ് ബാങ്കിൽ പഠിക്കാൻ പോയെന്ന് ഓർത്തേ. എന്താ ഈ വാർത്ത വരാൻ വലിയ ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകൻ ഇത്ര ഗ്രാം ഇതുമായിട്ട് പിടിയിൽ, ഒരു ഫോട്ടോയും കാണുമോ അവൻ്റെ അല്ലേ? നിരപരാധിയായ പയ്യൻ എങ്ങനെയൊരു അബദ്ധം കൊണ്ട് സംഭവിച്ചു പോയി. ഇവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞാലും വീട്ടിൽ കയറാൻ പറ്റുമോ? അയലോക്കാരനാ പറയും, തോമസ് ചേട്ടൻ്റെ മോൻ ദൈവം കേട്ടോ, അവന് പണ്ടേ അങ്ങനെ, അവൻ്റെ മുടി കാണുമ്പോൾ അറിയാം, അവൻ്റെ ബൈക്ക് കാണുമ്പോൾ അറിയാം അല്ലേ, അവൻ മുടി വളർത്തിയിരിക്കുക, അവൻ ശൈലി കാണുമ്പോൾ പിന്നെ വിധികൾ തുടങ്ങുക അങ്ങോട്ട്. ഒരിക്കലും വീട്ടിൽ കയറാൻ പറ്റാതെ ആ പയ്യൻ വീണ്ടും ഉള്ള സ്ഥലമാണ് നമ്മൾ തൃശ്ശൂർ പൂരം കേട്ടോ. നിങ്ങളുടെ ഒരു ഉറപ്പെടുത്തലുണ്ട് കേട്ടോ, ഗ്രൗണ്ടിലോട്ട് പോയേക്കില്ല രാത്രി 9 കഴിഞ്ഞാൽ. പിന്നെ തൃശ്ശൂർ പൂര ഗ്രൗണ്ടിലേക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ രാത്രി പോകാതിരിക്കുക. നിങ്ങൾ കാണുന്ന പൂര ഗ്രൗണ്ടല്ല വൈകുന്നേരം 8:30-ക്ക് ശേഷം. ഓരോ മരത്തിൻ്റെ ചുവട്ടിലും ഓരോ സ്ഥലത്തും ഒരുപാട് അക്രമാസക്തമായ കാര്യങ്ങളുണ്ട്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്യുമല്ലേ, പെട്ടെന്ന് ഇപ്പറ വരാനായിട്ട്. ജന്മത്ത് ആ വഴി പോകരുത്. ഞങ്ങൾ അറിയണതെന്നറിയോ, ഈ മക്കളൊന്ന് പറയുമ്പോഴാണ്. അവരുടെ ആഹാര കേന്ദ്രം അവിടെ തന്നെയാണ്. രാത്രിയുടെ യാമങ്ങളിൽ അവിടെ ബിസിനസ്സിൻ്റെ കർമ്മങ്ങളൊക്കെയാണ്. ചെവിയിലൊക്കെ നോക്കണം, പൊട്ട് കാണും കേട്ടോ, പൗഡറൊക്കെ സൂക്ഷിച്ചേ പോളും. ചേച്ചിമാരൊക്കെ പോകുമ്പോൾ കേട്ടോ സൂക്ഷിച്ചോണം. ഇവർക്ക് അടയാളം ഇങ്ങനെയൊക്കെയാണ്, ചെവിയിൽ പൗഡർ കാണും, ഒരു പൊട്ട് കാണും. തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനയാണ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുക. ഒരബദ്ധമുണ്ടാകാനത് സമയമൊന്നും വേണ്ട. ഇഷ്ടങ്ങളിങ്ങനെ നിങ്ങൾ മക്കളെ തീറ്റിയും പൈസയും മാത്രം കൊടുത്ത് വളർത്താതെ വിശ്വാസം കൂടെ കൂട്ടിച്ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ കുഞ്ഞുങ്ങൾ എവിടെയായാലും സന്ധ്യാപ്രാർത്ഥനയുടെ ഭാഗമാകണം. ഞങ്ങളൊക്കെ വീട്ടിൽ ഞങ്ങൾ 3 മക്കളും പുറത്താണ്. വീട്ടിൽ കൊന്തയില്ലെന്ന് അപ്പനെ മാത്രമേ ഞങ്ങൾക്കറിയാം വീട്ടിൽ ഇത്ര മണിക്ക് കൊന്തയാണെന്ന്. ഞങ്ങൾ ഇവിടെ നിന്ന് അത് കൂടും. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. പുറത്തുള്ളവൻ കൂടെ ആവണം നിർബന്ധമൊന്നുമില്ല. ആ വീട്ടിൽ 7:30 മണിക്ക് കൊന്തയാണെന്ന് അറിയാമെങ്കിൽ നമുക്കതിൽ മനസ്സുകൊണ്ട് കൂടാൻ പറ്റും. അപ്പോഴും ആ കുടുംബത്തിൽ ഒരു ഐക്യമാണ്. കൊറോണയ്ക്ക് നമ്മൾ എന്ത് ചെയ്തേ, വീഡിയോ കോൾ വിളിച്ച് കൂടുമായിരുന്നല്ലേ. അപ്പോൾ അത് പറ്റത്തില്ലായിരിക്കാം. മനസ്സുകൊണ്ട് ദൈവത്തോടൊപ്പം ആകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇപ്പോൾ വിധിക്കപ്പെട്ട കരങ്ങളുമായി പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളാവണം. നിങ്ങളുടെ മുട്ടയിൽ എന്നാണ് അവസാനം തഴമ്പുണ്ടായത്? എൻ്റെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും ഒക്കെ നോക്കിക്കുക, നമ്മുടെയൊക്കെ ഉറപ്പായിട്ട് മുട്ട തഴമ്പ് കാണുമല്ലേ. അവരുടെ വിരിക്കപ്പെട്ട കരങ്ങളുടെ വിശുദ്ധിയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറിയത്. നമ്മൾ പ്രാർത്ഥനയുടെ മക്കളാകാനായിട്ട് നിരന്തരം പരിശ്രമിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. ദൈവത്തോട് കൂടെയാകാനുള്ള നന്മയാണ് നമ്മുടെ ജീവിതം. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന മുടങ്ങിയ ഇടങ്ങളൊക്കെയാണ് നമുക്ക് സങ്കടത്തിൻ്റെ കാരണമായത്. ദൈവികാരുണ്യ ഈശോയുടെ കൂടെ നമുക്കാവാം. നമ്മൾ ആരാധനയ്ക്ക് നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ടത് ഈ 1-ാം ദിവസം വലിയ കഥകളും അനുഭവങ്ങളൊന്നും അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് മാറി നിന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമുക്കറിയാം, നാളെ ധ്യാനിക്കാം. ദൈവം എന്നും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാനാണ് എൻ്റെ വഴി മാറിപ്പോക്കിയത്. നമ്മുടെ ചിന്ത കൊണ്ട് സ്വഭാവം കൊണ്ടൊക്കെ വന്നുപോയ പിഴവുകൾ ഈ ആരാധനയുടെ ഭാഗമാകുമ്പോൾ ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കുവാൻ, ഈ ധ്യാന ചിന്തകളൊന്നും നമുക്ക് മനസ്സിൽ കയറിയില്ല എങ്കിലും ആരാധനയുടെ ഭാഗമാകുമ്പോൾ തുറവിയോടുകൂടെ ദൈവജനം വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുക. പ്രാർത്ഥിക്കുന്ന ഇടവകയാണ് അനുഗ്രഹമുള്ള ഇടവകയായി മാറുക. പ്രാർത്ഥിക്കുന്ന ഭവനമാണ് നന്മയുടെ ഭവനമായി മാറുക. ഞാൻ ആദ്യം പറഞ്ഞു, ഒരു പ്രാർത്ഥനയും വൃഥാവിലാകുന്നില്ല. നിങ്ങൾക്ക് അർത്ഥമറിയാമല്ലെങ്കിലും സ്വാർത്ഥമാണെങ്കിലും തമ്പുരാനോട് കൂടെ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ, തെസ്സലോനിയ പറഞ്ഞതുപോലെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ഹാപ്പിയായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറുകയാണ്. നമുക്ക് നല്ല ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ ചേർത്ത് വയ്ക്കാം. ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാവും. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയുന്നത് ഒരിക്കലും ഭൗതിക നേട്ടമാവരുത്. നമ്മുടെ എല്ലാവരുടെയും ധാരണ എന്താണ്? കുറേ ഭൗതിക നേട്ടമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, പ്രാർത്ഥന ലിസ്റ്റും അങ്ങനെ തന്നെയല്ലേ, അത് വേണം ഇത് വേണം, അങ്ങനെയാവാതെ പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയുന്നത് പാപബോധമാവണം.
ഞാൻ പാപിയാണെന്ന ബോധമാണ് എനിക്ക് പ്രാർത്ഥന തരേണ്ട, സമ്മാനിക്കേണ്ട ഉത്തരം. ഒരു പാട്ടുണ്ടല്ലേ, പാവബോധവും പശ്ചാത്താപവും. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഉത്തരം അതാവണം. എനിക്ക് എവിടേക്കാണ് പാപമുണ്ടായത്, ബലഹീനതയുണ്ടായത്, എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയ ഇടങ്ങൾ ഏതൊക്കെയാണ് ധ്യാനിക്കുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുക. വിട്ടുപേക്ഷിക്കപ്പെടേണ്ട പലതും ഉണ്ടാവണം. സഹിയോൻ മാളികയിൽ അമ്മ മാതാവിനോടൊപ്പമായിരുന്നു കൊണ്ട് അപ്പോസ്തലർ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകുന്നുണ്ട്. അഗ്നിനാവായിട്ട് ആത്മാവ് ഇറങ്ങിയപ്പോൾ അവിടെ തപിക്കപ്പെടേണ്ട പലതും തപിക്കപ്പെടുന്നത് ഭസ്മമാക്കപ്പെടുന്നുണ്ട്. ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ആത്മാവ് ഇറങ്ങി വരുമ്പോൾ ഞാൻ എവിടെയാണ്, എന്താണ് ഭസ്മമാക്കേണ്ടത്, ഉപേക്ഷിക്കപ്പെടേണ്ട എന്തെല്ലാമാണ് എൻ്റെ കൂടെയുള്ളത്, എൻ്റെ ദൈവം കൂടെ വസിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സമാകുന്ന എന്താണ് എൻ്റെ കൂടെയുള്ളതെന്നുള്ള ചിന്തയാവണം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി ഒരുങ്ങാം. ഒന്നാം ദിവസം കഴിയുമ്പോൾ ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ഒരു 3 കാര്യങ്ങൾ പറയാനുള്ളത്. ധ്യാന വിജയം എന്ന് പറയുക, ഞാൻ പറഞ്ഞതുപോലെ പാപബോധമാണ്. പാപബോധം ഉണ്ടാകുന്ന മക്കളാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നല്ലൊരു കുമ്പസാരം ചെയ്യാം. കുമ്പസാരം നാളെ കഴിഞ്ഞാണ് കേട്ടോ. നന്നായിട്ട് കുമ്പസാരിക്കാൻ പറ്റണം. നമ്മുടെ ജീവിതത്തിൽ തുറവിയോടെ വിശ്വാസപൂർവ്വം നമ്മളെ പച്ചയായിട്ട് കാണിക്കാൻ പറ്റിയ ഇടമാണ് കുമ്പസാരക്കോട്. ഇന്ന് വരെയും മാധ്യമങ്ങൾ പലതും പറയുമായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാപം പുറത്താരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അനുഭവം ഉണ്ടാവത്തില്ല. നമ്മുടെ അനുഭവമാണ് നമ്മുടെ വിജയം. തുറവിയോടുകൂടെ എന്നെ തന്നെ ചേർത്ത് വയ്ക്കാൻ പറ്റിയ ഇടമാണ് കുമ്പസാരക്കോട്. ധ്യാനത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുമ്പസാരിച്ചാൽ മതി. നല്ലൊരു കുമ്പസാരം ചെയ്യാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നുമില്ല, നിങ്ങൾ നല്ലൊരു ജപമാല ചൊല്ലി കാഴ്ച. ഈ ധ്യാനത്തിന് വേണ്ടി നമുക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളും നമ്മുടെ ഇടവക വികാരിയച്ഛൻ, കൊച്ചന്മാർ, പള്ളിയുടെ കർമ്മങ്ങൾ, എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഈ നോമ്പുകാല നിമിഷങ്ങൾ അനുഗ്രഹമാകുവാൻ ഒരു ജപമാല കാഴ്ചവെക്കാനായിട്ട് പരിശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു കുരിശിൻ്റെ വഴി ഓരോരുത്തരും. മറ്റൊന്നിനുമല്ല, ഈ 4 ദിവസം ഈ 5 തൊട്ട് 9 നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഈശ്വര സ്പർശം ഉണ്ടാകുവാൻ എൻ്റെ ഒരു സഹനമാണ്. എൻ്റെ ഇടവയ്ക്ക് വേണ്ടി ഒരു ചോദ്യമുണ്ട്, നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തതെന്ന് ചോദിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ പറയും, എൻ്റെ പണി കളഞ്ഞാൽ വന്ന് പറയും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാമായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാമായിരുന്നു, നന്മയുണ്ടാകാമായിരുന്നു. അവയെ പൂർണ്ണമായി ഉപേക്ഷിച്ച് കുടുംബത്തിന് വേണ്ടിയല്ല, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടിയല്ല, സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ ചെയ്യാം. ഒരു നല്ലൊരു ജപമാലയെല്ലാം, അല്ലെങ്കിൽ ഒരു കുരിശിൻ്റെ വഴി ചെല്ലാം. അത് 2 സാധിക്കുന്നില്ലെങ്കിൽ ഒരു നേരം ഉപവസിക്കുക. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടാവണം ഇന്നും നാളെയും ശനിയാഴ്ച വരെയും നമ്മൾ ഈ ആലയത്തിൽ ഒരു സഹനമായി എടുക്കാം. നമ്മുടെ ജീവിതത്തിലൊരു അനുഗ്രഹമുണ്ടാകാൻ, ഒരു അഭിഷേകമുണ്ടാകുവാൻ, ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം അധരങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ. ജീവിതഗന്ധി, വലിയ തിയോളജിയും കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ സാധാരണ ജീവിതം, പച്ചയായ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ സാധ്യമാകുന്ന ഇടങ്ങൾ, എൻ്റെ കുടുംബം അനുഗ്രഹമാകുവാനായിട്ട് നാം എല്ലാവരും ദൈവത്തോട് കൂടെയാകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ആലയത്തിലായിരിക്കുക. അത് ഏറ്റവും അനുഗ്രഹമായി ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിൽ കിടക്കാം. നമ്മുടെ സമയം 9 മണിക്കാട്ടോ, ഒരിക്കലും നീണ്ടു പോകത്തില്ല. ഞങ്ങൾക്ക് ഈ ഫോർമേഷൻ കിട്ടുന്നത് പഞ്ച്വാലിറ്റി ഫോർമേഷൻ. 9 അടിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ടാറ്റ പറഞ്ഞു പോകും. പക്ഷെ നിങ്ങൾ പോകുന്ന വഴിയിൽ അല്പം ഈ ദിവസങ്ങളിൽ ശാന്തമാകാൻ പരിശ്രമിച്ചോണം. വലിയ ഓച്ചമ്പകളൊന്നും ഇല്ലാതെ ഒരു ധ്യാന രൂപയിൽ വീട്ടിലായിരിക്കുമ്പോഴും ഒരു ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായിട്ട് ജീവിക്കുക. എന്തെങ്കിലും നിയോഗം വെച്ചോളൂ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാവാം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാവാം, മീൻസ് കുഞ്ഞുങ്ങളാകാത്തവർക്ക് വേണ്ടിയാകാം, വിവാഹ തടസ്സത്തിന് വേണ്ടിയാവാം, ഇടവയുടെ നന്മയ്ക്ക് വേണ്ടിയാകാം. നമുക്ക് ഏറ്റവും വെറുപ്പുള്ള ആരോടെങ്കിലുമൊക്കെ ഒന്ന് ആ വെറുപ്പൊന്ന് കളയാൻ വേണ്ടിയാവാം. അങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്തിട്ട് വേണം ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കാനായിട്ട് നമുക്ക് ദിവ്യകാരുണ്യ വേണ്ടിയിട്ട് നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കാം.
ആരാധന എൻ സ്നേഹഗീതമാ എൻ യേശുനാഥനേ എൻ സ്നേഹഗീതമാ എൻ യേശുനാഥനേ എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക് എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക് എല്ലാവരും ആരാധന 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 നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ സ്നേഹമേ ജീവനേ അങ്ങിൽ ഞാനും ചേർന്നിടുന്നു എല്ലാവരും ചേർന്ന് പാടാമോ ആരാധന 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 പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനായിട്ട് ഇരു കരങ്ങളും നീട്ടി നിൽക്കുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ ത്രിത്വിക ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെയാവാം. ഈ സായാഹ്നത്തിൽ ഈ ലോകത്തിൻ്റെ ഒരുപാടിടങ്ങളിൽ ആൾക്കാർ അവരുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ആലയത്തിൽ ദൈവത്തോടൊപ്പം സിഹിയോൻ മാളികയുടെ അനുഭവം ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും പ്രാർത്ഥനാനിരതരായി ജീവിതത്തിലെ കുറവുകളെയൊക്കെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെയായിരിക്കുന്നു. എല്ലാ സ്വർഗീയ മഹിമകളും അഴിച്ചു വച്ചിട്ടാണ് ദൈവം നിസ്സാരനായ ഒരു ചെറിയ വട്ടത്തിലേക്ക് ഒതുങ്ങി നമ്മുടെ കൂടെയാവുന്നത്. പഴയ നിയമജനതയുടെ കൂടെ എന്നും വസിച്ചിരുന്ന ദൈവം, അവർക്ക് മന്നയായി അഭിഷേകമായി കടന്നു വന്നവൻ ഇന്ന് എൻ്റെ ബലഹീനതയിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ പഴയ നിയമത്തിലെ യാക്കോബിനെ പോലെ കർത്താവേ എന്നെ അനുഗ്രഹിക്കാത്തതിനെ വിടുകയില്ല എന്ന് പറയുവാനുള്ള ഒരു വലിയ നന്മ നമുക്കുണ്ടാവണം. നമ്മുടെ നിരവധിയായ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് അഭിഷേകമായി എഴുന്നള്ളി വരണം. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ത്രിത്വേക ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഞാൻ എൻ്റെ ജീവിതവും സർവവും സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ശിരസ് കുമ്പിടാറുണ്ട്. നമ്മളിന്ന് ഈശോയുടെ മുമ്പിൽ ശിരസ് കുമ്പിടുമ്പോൾ എൻ്റെ തലക്കനങ്ങൾ, എൻ്റെ കുലമഹിമകൾ, എൻ്റെ കുടുംബമഹിമകൾ, എൻ്റെ പാണ്ഡിത്യം, സൗകര്യങ്ങൾ, സൗന്ദര്യങ്ങൾ, വീടിൻ്റെ നേട്ടങ്ങൾ, ഞാൻ എന്തെല്ലാമൊക്കെ ആയിട്ടുണ്ടോ അവയൊക്കെ നിൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവിൽ പൂർണ്ണ മനസ്സോടുകൂടെ ആവണം തമ്പുരാൻ്റെ സന്നിധിയിൽ കുമ്പിടേണ്ടത്. ഈശോയുടെ സന്നിധിയിൽ, പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ നമ്മളെ പൂർണ്ണമായും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പാടാം. ദൈവപിതാവേ, ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് പുത്രനായ മിശിഹായിലൂടെ രക്ഷണീകർമ്മമായി ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരമായത്. നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നൊരു ബോധ്യമാവണം നമ്മുടെ തകർച്ചകൾക്ക് ആശ്വാസമാകേണ്ടത്. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടായതുപോലെ, പരിശുദ്ധ അമ്മ പ്രത്യാശയോടെ ശരണപ്പെട്ടതുപോലെ, ഈ മഹാജൂബിലി വർഷം പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാൻ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ കാൽവരിയുടെ വിരിമാറിൽ അവിടുന്ന് ചൊരിഞ്ഞ തിരിച്ചോരയുടെ ക്ഷാളനമാവണം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാവേണ്ടത്. ഉച്ചി മുതൽ ഉള്ളംകാല് വരെയുള്ള എൻ്റെ ജീവിത ഇടങ്ങളിൽ ആ അഭിഷേകത്തിൻ്റെ അനുഗ്രഹമുണ്ടാവണം. കർത്താവേ, അവിടുന്ന് കാൽവരി മലയിൽ ഞങ്ങൾക്ക് വേണ്ടിയാണ് ബലിയാഗമായി മാറിയത്. ഞങ്ങളുടെ ചെയ്തികളാണ് നിൻ്റെ ജീവിതത്തിൽ ഭാരമേറ്റിയത്. ഇന്നും രക്ഷണീകർമ്മവുമായി നമ്മുടെ കൂടെ വിശുദ്ധ കുർബാനയിൽ അനുഗ്രഹമാകുന്ന അപുത്രനായ മിശിഹായെ നമുക്ക് പാടി വാഴ്ത്താം. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ മിശിഹായുടെ രക്ഷണീകർമ്മവും ഒക്കെ സഭയിൽ ഇന്നും തുടരുക പരിശുദ്ധാത്മാവായ ദൈവം വഴിയാണ്. ഇന്നും ജീവിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം എൻ്റെ സഹായകനായി പരക്ലൈറ്റ് എല്ലാം പൂർത്തിയാക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് അഭിഷേകമായി എന്നും ഉണ്ടാകുവാൻ, അവരുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിലൊക്കെ ഇരുളിമയുണ്ടാകുമ്പോൾ പ്രകാശമായി ഇതാണു വഴി, ഇതിലേ പോവുക എന്ന് പറയുവാനും അത് കേൾക്കുവാനുമുള്ള നന്മ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നും ജീവിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ ഇടവക സമൂഹത്തെ ഓരോരുത്തരെയും തൊട്ട് സ്പർശിക്കുവാൻ, അവരുടെ ആഗ്രഹങ്ങളിലേക്ക്, ആവലാതിയിലേക്ക് അനുഗ്രഹമായി, അഭിഷേകമായി അവിടുന്ന് എഴുന്നേൽി വരണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ വാഴ്ത്തിപ്പാടാം.
പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. നമുക്ക് സ്വസ്ഥമായി ശാന്തമായി നമുക്ക് സ്വസ്ഥാനങ്ങളിലായിരിക്കാം. ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം നമുക്കൊരു അനുഗ്രഹമാകണമേ എന്നൊരു പ്രാർത്ഥനയുണ്ടാവണം. ദിവ്യകാരുണ്യമായ ഈശോ, അവൻ്റെ പേര് ദിവ്യകാരുണ്യമെന്നാ. എല്ലാവരും ഈശോയെ വിളിക്കുന്നത് ദിവ്യകാരുണ്യമെന്നുമാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്കൊരു കാരുണ്യമായി അവിടുന്ന് കടന്നു വരാത്തതെന്നൊരു ചോദ്യമുണ്ടാവണം. ഈശോയെ, ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് നന്മയാകാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. പലപ്പോഴും കണ്ണുനീര് മാത്രമാണ് എൻ്റെ കൂടെയുള്ളത്. ഞാൻ ഏറെ സ്നേഹിച്ചവരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, എന്നെ സങ്കടപ്പെടുത്തുമ്പോൾ ആശ്വാസമായിട്ട് നീ എന്നും ഉണ്ടാവണമേ. അങ്ങയിൽ നിന്ന് പോലും ഞാൻ ദൂരെ ഓടുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളൊക്കെ നമ്മളെ സങ്കടപ്പെടുത്തിയിട്ടുമുണ്ടാവാം. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നാം ഒക്കെ മൗനമാകണം. ഒരുപാട് ശബ്ദഹോലാഹലങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ അവിടെ എനിക്ക് വേണ്ടിയുള്ള എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്നാവട്ടെ നമ്മുടെ പ്രാർത്ഥന. ദിവ്യകാരുണ്യമായ ഈശോയെ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുകയാണ്. ആണ്ടുവട്ടത്തിലെ വലിയ നോമ്പിൽ വിശുദ്ധ വാർത്ത ഏറ്റവും അടുത്ത ഒരുക്കത്തിലാകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങയുടെ കൂടെയാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. യാക്കോബ് ലേഖനം പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തോട് കൂടെ ആവുക, ദൈവവും നമ്മുടെ കൂടെയാകുമെന്ന്. അതിന് തടസ്സമായ ഞങ്ങളുടെ ചിന്താഗതികളെയും മനോഭാവങ്ങളെയും വികാരങ്ങളെയും ഒക്കെ ഞങ്ങൾ ഇന്ന് ആത്മാർത്ഥതയോടുകൂടെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കുന്നു. അനുഗ്രഹമായി, അഭിഷേകമായി നീ കൂടെ ഉണ്ടാവണമേ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ നമുക്ക് ആത്മാർത്ഥമായി ഈശോയോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ മാതാപിതാക്കളെ ഓർക്കാം, നമ്മുടെ കൂടെ ഉണ്ടാവും. മരിച്ചകന്ന് ഈശോയുടെ കൂടെയാവാം, വിദൂരങ്ങളിലാവാം, വ്യത്യസ്തമായ ഇടങ്ങളിലൊക്കെ ആവാം. നമ്മുടെ ഏതെങ്കിലുമൊക്കെ ചെയ്തികൾ നോട്ടം കൊണ്ടോ ഭാവം കൊണ്ടോ സ്വഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ജീവിതത്തിൽ കണ്ണുനീരിന് കാരണമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുഖമോർത്തുകൊണ്ട് അവരെ ഈശോയോട് ചേർത്ത് വെച്ച് മനസ്താപത്തോടുകൂടെ മാപ്പപേക്ഷിക്കുന്നു എന്ന് പറയാം. എൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസവും വിശുദ്ധിയും പട്ടിണിയും പ്രാർത്ഥനയും ഒക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൃപയായത്. ഏതെങ്കിലുമൊക്കെ നൈമിഷികമായ വൈകാരിക മേഖലയുടെ പാളിച്ച കൊണ്ട് എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വചനം, എൻ്റെ കരം, എൻ്റെ ഭാവം അവർക്ക് കണ്ണുനീരിൻ്റെ കാരണമായിട്ടുണ്ടെങ്കിൽ ഈശോയെ, നിറഞ്ഞ മനസ്സോടുകൂടെ ഞങ്ങൾ ഓരോരുത്തരും മനസ്താപത്തോടുകൂടെ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചയ്ക്ക് അത് കാരണമാവാതെ അവരുടെ വിശ്വാസവും വിശുദ്ധിയും കണക്കിലെടുത്ത് ഞങ്ങളുടെ കുറവിലേക്ക് നോക്കാതെ
നിൻ്റെ കാരുണ്യം കണക്കിലെടുത്ത് ഞങ്ങളുടെ ബലഹീനതകളെ വിശുദ്ധമാക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തോട് കേണപേക്ഷിക്കാം. മാതാപിതാക്കളുടെ നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമാവുക. അവരുടെ സഹനമാണ് നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യമായത്. അവർ പലതും വേണ്ട എന്ന് വെച്ചതുകൊണ്ടാണ് നമ്മുടെ ജീവിതം കൃപ നിറഞ്ഞതായി മാറിയത്. അവരുടെ ആത്മസംയമനവും ആശയടക്കവും ജീവിത വിശുദ്ധിയുമൊക്കെ നമ്മുടെ ജീവിതത്തെ തുണയായിട്ടുണ്ട്. നാം ധ്യാനിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ തുണയാകുവാൻ മാതാപിതാക്കളായ നമ്മുടെ പ്രവൃത്തികൾ കാരണമാകുമോ, അതോ ഒരു മറുസാക്ഷ്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളായിത്തീരുമോ? നമ്മുടെ ജീവിത പങ്കാളിയെ ഓർക്കാം. ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് പ്രാർത്ഥിച്ച് ഞാൻ വിവാഹമെന്ന കുദാശയിലൂടെ എൻ്റെ കരം പിടിച്ച് എൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന ജീവിത പങ്കാളി ചിലപ്പോൾ എൻ്റെ ആഗ്രഹത്തിന് നേരെ വിപരീതമായിരിക്കാം. ഒരു തരത്തിലും എനിക്ക് ചേരുവാൻ സാധ്യമാകുന്നുമുണ്ടാവുകയില്ല. ഈശോയെ, നീ കൂട്ടു തന്ന എൻ്റെ ജീവിത പങ്കാളിക്ക് എത്രമാത്രം കുറവുകളുണ്ടെങ്കിലും എത്രമാത്രം ബലഹീനയുമാണെങ്കിലും നിറഞ്ഞ മനസ്സോടുകൂടെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുവാൻ യൗസേപ്പ് പിതാവ്, പരിശുദ്ധി അമ്മ മാതാവ് അപമാനിതയാകുവാൻ ആഗ്രഹിക്കാതെ അമ്മയെ ബഹുമാനിക്കത്തക്ക രീതിയിൽ കൊണ്ടുപോയത് കൊണ്ട് ആ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറും. നമുക്കൊരു പിടി ദുഃഖങ്ങളുണ്ടാവാം ജീവിതത്തിൽ. എത്രമാത്രം സങ്കടങ്ങളുണ്ടായാലും പരസ്പര പൂരകമായി ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്ത് അഭിമാനിക്കുവാൻ, എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹത്തോടെ കരുതലോടെ കാണുവാൻ, ജീവിത പങ്കാളിയെ അൾത്താരയിൽ വിശുദ്ധ കൂദാശയോടുകൂടെ ആ കസയിലേക്കും പീലാസയിലേക്കും ഇറക്കി വയ്ക്കുവാനായിട്ടുള്ള ധൈര്യം നമുക്കുണ്ടാവുന്നുണ്ട്. അതോ പലപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ്? ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഈ ജീവിത പങ്കാളി 2 കുഞ്ഞുങ്ങളെ സമ്മാനിക്കുവാൻ വേണ്ടി മാത്രം ദൈവം ചേർത്ത് വെച്ചതായിരിക്കാം. നന്മ കാണാനുള്ള ഒരു തുറവി, ഹൃദയ വിശാലതയുണ്ടാകുമ്പോൾ ആ കുടുംബങ്ങളൊക്കെ അനുഗ്രഹമായിട്ട് മാറും. ചിലയിടങ്ങളിൽ കണ്ണടച്ചുകൊണ്ട്, ചിലയിടങ്ങളിൽ മൗനമായി നമ്മുടെ ജീവിത പങ്കാളിയെ നോക്കുവാൻ സാധിക്കുമ്പോൾ അത് അനുഗ്രഹമാണ്. നമുക്ക് വേണ്ടിയാണ് എൻ്റെ കരം പിടിച്ചുകൊണ്ട് ആ ജീവിത പങ്കാളി കടന്നു വന്നത്. വിവാഹമോതിരത്തിനൊരു പേരുണ്ട്, വെനൈമോറസ്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: മറുപാതിയെ മറന്നുകൊണ്ട് മറുകണ്ഠം ചാടരുതെന്ന്. എൻ്റെ ജീവിത വിശുദ്ധി, കുടുംബ വിശുദ്ധി, വിശ്വസ്തത എവിടെങ്കിലുമൊക്കെ ഞാൻ നഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ, കിട്ടിയ സൗഭാഗ്യങ്ങളപ്പുറത്തേക്ക് മറ്റെന്തിന് പിറകെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെയും പാത ഒരുപക്ഷെ അപ്രകാരം തന്നെ ആയിരിക്കാം. പ്രതിവിധിയാണ് വിശുദ്ധമായ കുമ്പസാരം. തുറവിയോടുകൂടെ പറയുവാൻ നമുക്കിന്ന് ജീവിത പങ്കാളിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് നാം ധ്യാനിക്കേണ്ടത്, ഞാൻ എന്നാണ് എൻ്റെ ജീവിത പങ്കാളിയെ ആത്മാർത്ഥമായി ഒന്ന് സ്നേഹിച്ചത്? എന്നാണ് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചത്? സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ എന്നാണ് ഞാൻ അവസാനമായിട്ട് കാണിച്ചത്? പരസ്പരം സ്നേഹിക്കുവാൻ, സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ കുടുംബങ്ങളാണ് സ്നേഹമുള്ള മക്കളുണ്ടാവുക, ആ കുടുംബം അനുഗ്രഹമാവുക. നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ 3 രാജാക്കന്മാർ കാലിത്തൊഴുത്തിലേക്ക് ഈശോയെ തേടി വരുന്നുണ്ട്, രക്ഷകനെ തേടി. കാലിത്തൊഴുത്തിൻ്റെ മുകളിലാണ് നക്ഷത്രം അവസാനമായി നിൽക്കുന്നത്. തുടർന്ന് വരുന്ന വചനമാണ് അത്ഭുതം. അവർ ആ ഭവനത്തിന് മുമ്പിൽ നിന്നു എന്നാണ് വചനം പറയുക, കാലിത്തൊഴുത്തിന് മുമ്പിലെന്നല്ല. എത്രമാത്രം അസ്വാരസ്യങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിലും, കാലിത്തൊഴുത്ത് പോലെ സങ്കടകരമാണെങ്കിലും, രോഗപീഠയാണെങ്കിലും, സാമ്പത്തികമില്ലെങ്കിലും, ഈശ്വര സാന്നിധ്യമുണ്ടാകുമ്പോൾ, കൃപ നിറഞ്ഞ അമ്മമാരെ പോലെ അമ്മമാരും നീതീകരിക്കപ്പെട്ട അപ്പന്മാരും ഉണ്ടാകുമ്പോൾ
ആ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറുക. രാജാക്കന്മാർ നിന്നത് ഭവനത്തിൻ്റെ മുമ്പിലാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ഈശോയെ, എൻ്റെ ജീവിത പങ്കാളിയുടെ ഏതെങ്കിലും സ്വഭാവങ്ങൾ എനിക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയുന്നു. എൻ്റെ ഏതെങ്കിലും സ്വഭാവങ്ങൾ എൻ്റെ ജീവിത പങ്കാളിക്ക് സങ്കടകരമായിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ ക്ഷമിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു പറയാൻ പറ്റണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. ദൈവം നൽകിയ ദാനത്തെ ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? വാർദ്ധക്യത്തിൻ്റെ ഉച്ചകോടിയിലാണ് അബ്രാഹത്തിന് ദാനം കിട്ടിയത്, ഇസഹാക്കിനെ. വലിയ വാഗ്ദാനമുണ്ടായിരുന്നു, നിനക്ക് മക്കൾ മണൽത്തരി പോലെ ആകും. എന്നിട്ടും അബ്രാഹം ദൈവത്തിൻ്റെ വാക്ക് ശിരസാ വഹിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട മകനെയും ബലിയർപ്പിക്കുവാനായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സമ്പാദ്യങ്ങളൊക്കെ നഷ്ടമാകുമ്പോൾ, ചെറിയൊരു രോഗബലഹീനതയുണ്ടാകുമ്പോൾ, ഒരാളുടെ ഭാഷ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, ഏറെ സ്നേഹിച്ചവരുടെ ചില കുത്തുവാക്കുകൾ നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് തകർന്നു പോകാറില്ലേ? ഈശോയെ, ഞങ്ങളുടെ മക്കളിലേക്ക് വിശ്വാസം കൊടുക്കുവാൻ, ഞങ്ങളുടെ മക്കളെ ഏറെ സ്നേഹിച്ചു കൊണ്ടുപോകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എവിടെങ്കിലുമൊക്കെ ഞങ്ങൾ ഈ ലോകത്തിന് വേണ്ടി മാത്രം മക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ, വിശ്വാസവും വിശുദ്ധിയുമൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കാം. ദൈവം കൂടെ ഉള്ളപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമാവുക. നാം ധ്യാനിച്ചു അബ്രാഹത്തെ, പഴയ നിയമത്തിലെ എല്ലാ മനുഷ്യരെയും, പരിശുദ്ധ അമ്മ, ഇവരൊക്കെ ദൈവത്തിൻ്റെ വാക്ക് ശിരസാ വഹിച്ചു കൊണ്ടുപോയത് അവർക്ക് മാത്രമല്ല, അവരുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകുന്നു. സക്കേവൂസ് ഒരു ഉദാഹരണമാണ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമാവണം. ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുഗ്രഹമായിട്ട് മാറണം. യെശയ്യാ പ്രവചനം പറയുന്നുണ്ട് 55:10, മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നുണ്ട്, ഈ ഭൂമിയെ നനയ്ക്കാതെ തിരിച്ചു പോവുകയില്ല. എൻ്റെ അധരങ്ങളിൽ വരുന്ന വാക്കും അപ്രകാരമാണ്. ഈശോയെ, ഞങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഇത് കാരണമാവട്ടെ. നമ്മുടെ കൂടപ്പിറപ്പുകൾ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ച് ഒരു പായിൽ കിടന്നുറങ്ങിയ നമ്മളൊക്കെ ഇന്ന് വിദൂര ഇടവക സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. ഇടവക സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. വ്യത്യസ്തമായ ജോലി ചെയ്യുന്നവർ, വ്യത്യസ്തമായ ആഗ്രഹങ്ങളും ആവലാതികളും ഉള്ളവർ, വിവിധങ്ങളായ രോഗപീഠകളിലായിരിക്കുന്നവർ, മരണാസന്നർ, ശിഥിലമായ കുടുംബബന്ധത്തിലായിരിക്കുന്നവർ, കുട്ടികളില്ലാത്ത ദമ്പതികൾ, പഠിക്കുന്ന മക്കൾ, നാളെക്കുറിച്ചുള്ള ആകുലതകൾ, വിവാഹ തടസ്സങ്ങൾ, രോഗപീഠകൾ, സാമ്പത്തിക ബലഹീനതകൾ, ഈശോയെ നിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. ഈ ഇടവക ഒരുപാട് അഭിമാനത്തിൻ്റെ ഇടവകയാണ്. ഒരുപാട് പാരമ്പര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമാനിക്കുന്നതിനൊക്കെ യോഗ്യതയുണ്ടോ എന്നൊരു ചിന്ത. എന്നെ ഇന്നും അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ് കുമ്പിടുവാനായിട്ട് എനിക്ക് സാധ്യമാകുന്നുണ്ടോ? ഈശോ, ഈ നോമ്പുകാല ദിവസങ്ങളൊക്കെ നിൻ്റെ കൂടെയാകുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ സന്തോഷത്തോടു കൂടെ നമ്മളെ വിധിക്കുന്ന ഒരു കർത്താവല്ല, രക്ഷിക്കുന്ന കർത്താവാണെന്ന ബോധ്യത്തോടു കൂടെ ജീവിതത്തിൻ്റെ പാളിച്ചകളെയും ജീവിതത്തിൻ്റെ കുറവുകളെയും ഒക്കെ നിറഞ്ഞ സ്നേഹത്തോടു കൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടെ അവനെ ആരാധിക്കുവാനായിട്ട്, അവൻ്റെ കൂടെയാകുവാൻ, ദിവ്യകാരുണ്യ അനുഭവം സ്വീകരിച്ചുകൊണ്ട് എല്ലാ സങ്കടങ്ങളെയും അതിലംഘിക്കുന്ന ആ വലിയ കാരുണ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ആത്മാർത്ഥമായി നമുക്ക് ഈശോയുടെ കൂടെ സന്തോഷപൂർവ്വം കരങ്ങളടിച്ച് എൻ്റെ കൂടെയുള്ള ഈശോയെ അനുഭവിക്കുവാൻ, എൻ്റെ ബലഹീനതയെ വിശുദ്ധമാക്കുന്ന ദൈവം കർത്താവേ, അവിടുത്തെ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന് ധ്യാനിച്ചുകൊണ്ട് മാതാപിതാക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ, എല്ലാ കുറവിനെയും നിറവാക്കുന്ന അവിടുത്തെ അഭിഷേകമുണ്ടാകുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് പാടി പ്രാർത്ഥിക്കാം.
ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കരങ്ങൾ ഉയർത്തിയടിച്ച് സന്തോഷത്തോടെ ആരാധനയ്ക്ക് യോഗ്യനായവൻ നമ്മുടെ കൂടെയുണ്ട്. ഈശോയെ, നീ അഭിഷേകമായി എഴുന്നള്ളി വരണം. എൻ്റെ ജീവിത ബന്ധങ്ങളിലേക്ക്, എൻ്റെ തടസ്സങ്ങളിലേക്ക്, എൻ്റെ പ്രാർത്ഥനയിലേക്ക് നീ അനുഗ്രഹമായി എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ താഴ്ത്തി ശക്തിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കരമുയർത്തി കരങ്ങൾ താഴ്ത്തി സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ബന്ധനമഴിയും കെട്ടുകളൊഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കരമുയർത്തി സ്തുതിക്കുന്നു. ആരാധന യേശുവേ എന്ന് വിളിച്ച് കർത്താവായ ഈശോയെ, ഈ മക്കളെ അവിടുന്ന് കാത്തു വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ തടസ്സ മേഖലയിലും അഭിഷേകമായിട്ട് കൂടെ ഉണ്ടാവണമേ. ശബ്ദമുയർത്തി യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സൗഖ്യദായകനായ ഈശോയെ, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. നീയാണ് സുഖപ്പെടുത്തുന്ന കർത്താവ്. ഞങ്ങളുടെ ജീവിത മേഖലയുടെ ദുഃഖ ദുരിതങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കുവാൻ സഹിയോൻ മാളികയിൽ അഭിഷേകമായി എഴുതി വളർന്നതുപോലെ ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക്, വ്യക്തിപരമായ പ്രാർത്ഥനയിലേക്ക്, ശിഥിലമായ കുടുംബന്ധങ്ങളിലേക്ക് നീ അഭിഷേകമായി എഴുന്നള്ളി വരണമേ. വചന അഭിഷേകം കൊടുത്തുകൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതം അനുഗ്രഹപൂരിതമാകുവാൻ, ആത്മാവിൻ്റെ ആവാസം അഭിഷേകമായി എന്നും ഉണ്ടാകുവാൻ ഈ ഇടവക സമൂഹത്തെ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. നല്ല ഈശോയെ, അവിടുത്തെ ചൈതന്യം എന്നും ഉണ്ടാകുവാനായിട്ട് നീ കടന്നുപോയ ഇടങ്ങളൊക്കെ അനുഗ്രഹമായതുപോലെ ഇന്ന് ഈ ആലയത്തിലെ ഈ പ്രിയപ്പെട്ട മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്പർശിക്കുവാനായിട്ട് നീ എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ കുറവിലേക്ക് നോക്കാതെ നിന്റെ വലിയ കാരുണ്യം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, നന്മയുടെ മക്കളായി ഞങ്ങൾ മാറ്റപ്പെടുവാൻ, തുറവിയോടെ പ്രാർത്ഥിക്കുന്നവരാകുവാൻ, പ്രാർത്ഥന വരം ലഭ്യമാകുവാൻ, അഭിഷേകത്തിന് നന്മ കൊടുത്തുകൊണ്ട് ക്ഷമിക്കപ്പെട്ട എല്ലാ മേഖലയും ക്ഷമിച്ചുകൊണ്ട് മാറ്റപ്പെടുവാൻ കർത്താവ് നിന്റെ അഭിഷേകം ഉണ്ടാവണമേ. ആത്മാവായ ദൈവമേ, നീ കൂടെ ഉണ്ടാവണമേ. ഈ മക്കളുടെ ജീവിതത്തിലേക്ക് നീ അഗ്നിനാവായി ഇറങ്ങി വരുവാനും, തപിക്കപ്പെടേണ്ട എല്ലാ ജീവിത സമസ്യകളെയും തപിച്ചുകൊണ്ട് ഭസ്മമാക്കപ്പെടേണ്ട ചിന്താഗതികളെയും മനോഭാവങ്ങളെയും വികാരങ്ങളെയും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. ഈശോ ആരാധന, ഈശോ ആരാധന, ഈശോയെ നന്ദി. ദിവ്യ
ദിവ്യകാരുണ്യമായ ഈശോയെ, ഈ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതം അനുഗ്രഹപൂരിതമാകുവാൻ ഒരുപാട് നിലവിളികൾ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് മക്കൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈശോയെ അഭിഷേകമായിട്ട് നീ കൂടെ ഉണ്ടാവണമേ. ഞങ്ങളുടെ ബലഹീനമായ കരങ്ങളിലൂടെ ഈ പ്രിയപ്പെട്ട മക്കളെ ആശീർവദിക്കുമ്പോൾ അവിടുത്തെ നന്മയെന്നും ഉണ്ടാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ദിവ്യകാരുണ്യമായ ഈശോയെ, വിശുദ്ധ മിഖായേൽ മാലാഖയെ അയച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട മക്കളുടെ എല്ലാ തടസ്സങ്ങളെയും പൈശാചിക ബന്ധനങ്ങളെയും എല്ലാ ദുരന്തവശങ്ങളെയും ദുർഭൂതങ്ങളെയും ആത്മഹത്യാ പ്രവണതകളെയും ദുർഭരണ പ്രവണതകളെയും ഒക്കെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ ഇടവകയുടെ 4 അതികൾ അനുഗ്രഹപൂരിതമാകുവാൻ, നിന്റെ കവൽ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാകുവാൻ, ഞങ്ങളുടെ ഭവനത്തിന്റെ എല്ലാ നിയോഗങ്ങളെയും വിശുദ്ധമാക്കുവാൻ മിഖായേൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധി അമ്മ മാതാവേ, കാനായിലെ വീട്ടിൽ അമ്മയുടെ സാന്നിധ്യം അനുഗ്രഹമായതുപോലെ ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ഇടങ്ങളിലൊക്കെ അമ്മയുടെ സാന്നിധ്യം അനുഗ്രഹമാകുവാനും, ഏതൊരു കുറവാണോ കാനായിൽ തടസ്സമായത് അത് തന്നെയാണ് അമ്മയുടെ സാന്നിധ്യം ഉണ്ടായപ്പോൾ അഭിഷേകമായതും ശ്രേഷ്ഠമായതും. എൻ്റെ കുടുംബജീവിതത്തിന്റെ കണ്ണുനീരിനെ വിശുദ്ധമാക്കിക്കൊണ്ട് അമ്മ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗം തുറന്ന് ഞങ്ങളിലേക്ക് ദിവ്യകാരുണ്യ ഈശോയെ, ആ ദിവ്യകാരുണ്യത്തിന്റെ കൃപയെ അനുഭവിക്കുവാൻ, പ്രഭയോട് ഞങ്ങളാകുവാൻ, ഞങ്ങളുടെ കുടുംബജീവിതം നന്മയുടേതാകുവാൻ, ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളൊക്കെ അനുഗ്രഹമാകുവാനും, ഞങ്ങൾ ഓരോരുത്തരും ഒരു അനുഗ്രഹമായി ഈ ആലയത്തിൽ തന്നെ നന്മ സ്വീകരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഉപകരണമാക്കണമേ. മിഖായേൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. റഫായേൽ മാലാഖയെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ കൊച്ചുതോബിയാസിന് കൃപയായതുപോലെ അന്ധകാരമയമായ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമുണ്ടാകുവാൻ, ജീവിത വഴിത്താരയിൽ കൃപയുണ്ടാകുവാൻ, ഞങ്ങളുടെ പാദങ്ങൾക്ക് പ്രകാശമാകുവാൻ മാലാഖയുടെ കൃപ ഞങ്ങൾക്ക് എന്നും ഉണ്ടാവണമേ. ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും സമർപ്പിച്ച് അന്തോനിസ് പുണ്യാളച്ച ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടമായ സ്നേഹബന്ധത്തെ വീണ്ടെടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ നോമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ പീഡാനുഭവങ്ങളോട് ചേർന്ന്, അങ്ങയുടെ സഹനങ്ങളോട് ചേർന്ന് ഞങ്ങളുടെ നൊമ്പരങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു. ആത്മാവിൻ്റെ നിറവെന്നും ഉണ്ടാകുവാൻ ഈ പ്രാർത്ഥന കാരണമാവട്ടെ. ഈശോയെ നന്ദി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അവിടുന്ന് നൽകിയ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ട വികാരച്ചനോട് ചേർന്ന്, എല്ലാ വൈദികരോടും ചേർന്ന്, മാർപ്പാപ്പയോട് ചേർന്ന്, മെത്രാപ്പോലിത്തമാർ മെത്രാന്മാരോടും ചേർന്നുകൊണ്ട് ഇന്ന് അനുഗ്രഹമായ എല്ലാ കുർബാനയുടെ മഹനീയത കരുണയോടുകൂടി I bind everything by the power of Holy Spirit. Michael the Archangel, with the help of the Holy Spirit, I bind to the crucifix. കാരുണ്യവാനായ ഈശോയെ, അഭിഷേകമായി കൂടെ ഉണ്ടാവണമേ. ഈ കുരിശടയാളം ഈ മക്കൾക്ക് നന്മയുടെ കാരണമാകുവാനും എല്ലാ ബന്ധനങ്ങളും ലഭ്യമാകുവാനായിട്ട് പ്രത്യേക കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, യുവജനങ്ങൾ, ദൈവത്തിൽ നകന്നു പോകുന്ന എല്ലാ മക്കളെയും കൂട്ടിച്ചേർക്കുവാനായിട്ട് ഈ പ്രാർത്ഥന കാരണമാകട്ടെ. ഈ മക്കളുടെ മനസ്സിലുള്ള എല്ലാ പ്രാർത്ഥനകളെയും അനുഗ്രഹമാകുവാൻ ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ കേടപേക്ഷിക്കുന്നു, അനുഗ്രഹമായി വരണമേ. ഈശോപ്പാ അഭിഷേകമാകണമേ. മത്തായി 18:18, യേശയ്യ 50:10. കർത്താവേ, ഈ വചനം ഈ മക്കൾക്ക് അനുഗ്രഹമാകുവാനായിട്ടും ജീവിത വഴിത്താരി കൃപയാകുവാൻ ഈശോ ആരാധന, ഈശോ ആരാധന, ഈശോ ആരാധന. നന്ദി ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, ഈശോ ആരാധന, സ്തോത്രം. ഈശോ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ മഹത്വം, ഈശോയെ ദൈവമേ കൃപയാവണം. ഹല്ലേലൂയ, ഈശോ നന്ദി, ഈശോയെ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മനസ്സിൻ്റെ ശാന്തതയിൽ ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എൻ്റെ എല്ലാ ഭാരങ്ങളുമാണ് നാം ഈശോയിലേക്ക് ഇറക്കി വെച്ചത്. ദിവ്യകാരുണ്യ ആരാധനയിൽ ഇന്നും ഓർത്തോണം, ഞാനും എൻ്റെ ഈശോയും മാത്രമേ ഉള്ളൂ. എൻ്റെ അപ്പുറം ഇപ്പുറയും ആരുമില്ല. സ്വർഗീയ മഹിമകളൊക്കെ മാറ്റിവെച്ച് എൻ്റെ കൂടെ എൻ്റെ ബലഹീനതയിലേക്ക് എഴുന്നള്ളി വന്ന ഈശോയെ ധ്യാനിക്കുവാൻ, ആരാധിക്കുവാൻ, സംവദിക്കുവാൻ, എൻ്റെ സങ്കടങ്ങൾ ഉണർത്തിക്കുവാനായിട്ട് സാധ്യമാകണം. അലസതയുടെയും മടിയുടെയും നാണക്കേടിൻ ദുർഭൂതം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ അവനെന്ത് വിചാരിക്കും, ഇവളെന്ത് കേൾക്കും? ഈ ദുർഭൂതങ്ങളെ മാറ്റിയിട്ടാവണം ഈശോയുടെ കൂടെ ആവേണ്ടത്. ആണ്ടുവട്ടത്തിലെ ഈ വലിയ നോമ്പിൻ്റെ നിറവിൽ നമ്മളായിരിക്കുന്നു. ഈശോയെ, ഈ ദിവസങ്ങളൊക്കെ നന്മയുടേതാകുവാൻ,
എല്ലാ തിരക്കും മാറ്റിവെച്ച് ഈ ലോകത്തിൻ്റെതായ ആഡംബരങ്ങളിൽ നിന്ന് മാറി വിശുദ്ധിയോടുകൂടെ ഏറ്റവും ബലഹീനരായ ഞങ്ങൾ ഓരോരുത്തരും ഈശോയുടെ കൂടെയാകാൻ ആഗ്രഹിച്ചുകൊണ്ടാകുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കാതെ പോവരുത്. ആകാശത്തെ മഴയും മഞ്ഞുമൊക്കെ ഭൂമിയെ നനച്ചുകൊണ്ട് വിത്ത് സമ്മാനിച്ച് ആഹാരത്തിന് കൃപ നൽകി പോകുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിൻ്റെ എഴുന്നള്ളത്ത് അനുഗ്രഹത്തിൻ്റെ കാരണമാകണമേ. യെശയ്യാ 55:10-11 പറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കാതെ പോകരുതേ. നിൻ്റെ അതിരത്തിലെ ഓരോ വാക്കും ഞങ്ങൾക്ക് നന്മയുടെ കാരണമാവണമേ. വചനം വായിക്കുവാനുള്ള കൃപ കൊടുത്ത് ഈ മക്കളെ നീ വിശുദ്ധീകരിക്കണമേ. നമുക്ക് ധ്യാനിക്കേണ്ടത് നമ്മോട് തന്നെയാണ്. ഒരു ക്രിസ്ത്യാനിയായ ഞാൻ എന്നെങ്കിലും ഒരിക്കലെങ്കിലും എൻ്റെ വിശുദ്ധ ബൈബിള് മുഴുവനും വായിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ വചനമാണ്. അതിലൂടെ പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ എന്ന് വിളിച്ചുകൊണ്ടാണ് വചനം നമ്മുടെ കൂടെ ആവുക. നമുക്ക് പരിശ്രമിക്കാം ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളാകുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. നമ്മളുടെ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈശോയെ നിൻ്റെ കൃപ അനുഗ്രഹമാക ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ സങ്കടങ്ങളെയും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം അൾത്താരയിൽ നമ്മുടെ കൂടെയുണ്ട്. ഈ വിശുദ്ധിയുടെ അപ്പത്തിലേക്ക് അവൻ ചെറുതായത് നമ്മളുള്ള സ്നേഹം വലുതായത് കൊണ്ടാണ്. ആ സ്നേഹത്തിൻ്റെ കൃപ എന്തും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ച് ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കാം. ധൂപമർപ്പിക്കുമ്പോൾ ആ ധൂപത്തിലൂടെ നമ്മളുടെ ജീവിതത്തിൽ ഭസ്മമാക്കുകയാണ്. അഗ്നിനാവായി ആത്മാവ് എഴുന്നള്ളി വന്നിടത്തേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുമ്പോൾ തപിക്കപ്പെടേണ്ടതൊക്കെ തപിക്കപ്പെടുന്നുണ്ട്. ധൂപം പ്രാർത്ഥനയായി ഉയരങ്ങളിലേക്ക് പോകുന്നു. ഈശോ, ഇതെൻ്റെ പ്രാർത്ഥനയാണ്, ഇതെൻ്റെ കണ്ണുനീരാണ്, ഇതെൻ്റെ വേദനയാണ്, എൻ്റെ ഒറ്റപ്പെടലാണ്, എൻ്റെ ആകുലതയാണ്. നീ മാത്രം അനുഗ്രഹിക്കേണ്ട എൻ്റെ ജീവിതമാണ്. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥതയോടുകൂടെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. അഭിഷേകമാകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയേ ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന താവേ കൂടെ ആവണമേ. ഈ മക്കളുടെ വിലപിക്കുന്ന മക്കളുടെ പ്രാർത്ഥന അഭിഷേകമാകുവാൻ, ഞങ്ങളുടെ രോഗപീഠകൾക്ക് അനുഗ്രഹമാകുവാൻ, അഭിഷേകത്തിന്റെ കൃപ നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം പവിത്രമാകുവാൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന.